വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആസാഫ് എഴുതിയ 73-ാം സങ്കീർത്തനം ദുഷ്ടന്മാർ രക്ഷപ്പെടുമ്പോൾ നീതിമാന്മാർ കഷ്ടപ്പെടുന്നത് കാണുന്ന വിശ്വാസിയുടെ ഉള്ളിലെ സംശയവും ആത്മീയ തിരിച്ചറിവും പ്രതിഫലിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ മാത്രമാണ് ആസാഫ് ദൈവത്തിൻ്റെ നീതിയും ദുഷ്ടരുടെ അന്തിമവിധിയും മനസ്സിലാക്കുന്നത്. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും. അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും. സങ്കീർത്തനം 73-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. ആസാഫിൻ്റെ 74-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ആലയം ശത്രുക്കൾ നശിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എഴുതപ്പെട്ട ഒരു ദുഃഖഗീതമാണ്. ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിച്ചോ, ദൈവം എപ്പോഴാണ് ഇടപെടുക എന്നുള്ള ആകുലതയും ദൈവത്തിൻ്റെ പൂർവ്വ മഹത്വവും രക്ഷയുടെ പ്രതീക്ഷയും ഇതിൽ പ്രതിഫലിക്കുന്നു. ദൈവമേ, ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കണമേ. ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന് ഓർക്കണമേ. അങ്ങയുടെ ശത്രുക്കളുടെ ആരവം, അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ. സങ്കീർത്തനം 74, 22-23 തിരുവചനങ്ങൾ. ആസാഫ് എഴുതിയ 75-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ നീതിയുടെയും സമയബന്ധിതമായ ഇടപെടലിൻ്റെയും മഹത്വം ഉച്ചരിക്കുന്നു. ദൈവം ന്യായവിധി നടത്തുന്നതും അഹങ്കാരികളെ താഴ്ത്തുകയും ദൈവഭക്തരെ ഉയർത്തുകയും ചെയ്യുന്നതിൻ്റെ ഉറപ്പാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കേന്ദ്രതാളം. ഈ സങ്കീർത്തനം വിശ്വാസികളെ ദൈവത്തിൻ്റെ സമയത്തുള്ള ഇടപെടലിൽ വിശ്വാസം വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നു. അഹങ്കാരവും സ്വയം ഉയർത്തലും ദൈവത്തിൻ്റെ നീതിക്ക് വിരുദ്ധമാണ്. ദൈവം തന്നെയാണ് ഉയർത്തുന്നവൻ. അതിനാൽ ദൈവഭക്തി, വിനയം, കാത്തിരിപ്പ് എന്നിവയാണ് വിശ്വാസിയുടെ പാത. ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും. സങ്കീർത്തനം 75-ാം അധ്യായം 2-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.